morning to all. Today I am going to take business studies. In the last class, we have finished our fourth chapter, planning. In this class, we are going to discuss about our fifth chapter, organizing. What is organizing? എന്താണ് ഓർഗനൈസിങ്? നമുക്കറിയാമല്ലോ, ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സെക്കൻഡ് ഫങ്ഷനാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് മീൻസ് അറേഞ്ചിങ് എവറിത്തിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ വസ്തുക്കളെയും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് മീൻസ് അറേഞ്ചിങ് മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെത്തേഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെത്തേഡ്സ് ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എമംഗ് ദ എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു ഗുഡ് റിലേഷൻ ഉണ്ടാക്കുന്നതും കൂടെ ഇതിൽ ഉൾപ്പെടുന്നതാണ്, ഓർഗനൈസിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. ഓർഗനൈസിങ് derived from the word organism which means a structure. ഓർഗനൈസിംഗ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഓർഗാനിസം എന്ന് പറഞ്ഞ ഒരു ടേമിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്ട്രക്ചർ. അതായത് എന്താണ് സ്ട്രക്ചർ? ഒരു ഘടന. ഓർഗനൈസിംഗ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് എ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. അതായത് എന്താണ് ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിംഗ്. മീനിങ് ഓഫ് ഓർഗനൈസിംഗ്. Organizing refers to arranging everything in an orderly form and making the most efficient use of resources. The aim of organizing is to create a good structure for the functioning of the organization. എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ചിങ് എവറിത്തിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ വസ്തുക്കളെയും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓർഗനൈസിങ്. ദ എയിം ഓഫ് ഓർഗനൈസിങ് ഈസ് ടു ക്രിയേറ്റ് എ ഗുഡ് സ്ട്രക്ചർ ഫോർ ദി ഫങ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇനി ഒരു ഓർഗനൈസേഷന് എന്താണ് ഏറ്റവും സ്മൂത്തായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ വസ്തുക്കളെ അറേഞ്ച് ചെയ്യുക. അതാണ് ഓർഗനൈസിങ്ങിൻ്റെ എയിം. ദെൻ നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ഓർഗനൈസിങ്. അക്കോർഡിംഗ് ടു തിയോ ഹൈമാൻ, ഓർഗനൈസിങ് ഈസ് ദ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ദാറ്റ് കോർഡിനേറ്റ് ആൻഡ് ഇൻ്റർകണക്ട് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. ഇനി തിയോ ഹൈമാൻ്റെ അഭിപ്രായത്തിൽ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആൻഡ് കോർഡിനേറ്റ് ആൻഡ് ഇൻ്റർകണക്ട് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനോ അതുപോലെ ഇൻ്റർകണക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്കാണ് ഓർഗനൈസിംഗ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? തിയോ ഹൈമാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ? എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ? കോർഡിനേഷൻ്റെ പ്രാധാന്യം അല്ലേ? ഒരു ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ്റെ പ്രാധാന്യം. ഫസ്റ്റ് വൺ, സ്പെഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ, ക്ലാരിറ്റി ഓഫ് റോൾസ്. തേർഡ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഫോർത്ത് വൺ, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ഫിഫ്ത്ത് വൺ, coordination and communication. These are the importance of coordination. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സ്പെഷ്യലൈസേഷൻ. എന്താണ് സ്പെഷ്യലൈസേഷൻ? ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ജോലികളെയും ഓരോ സ്മോൾ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് സ്പെഷ്യലൈസേഷൻ. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ആ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുള്ള എന്താണ്? സ്പെഷ്യലൈസേഷനാണ്. അതായത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്ക് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്പെഷ്യലൈസേഷനോട് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യലൈസേഷൻ reduces the workload and increases the efficiency of the organization. സ്പെഷ്യലൈസേഷൻ എന്താ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് ലോഡ് അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ
വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ എന്താണ്, ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഓർഗനൈസേഷന് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദെൻ സെക്കൻഡ് വൺ, ക്ലാരിറ്റി ഓഫ് റോൾ. എന്താണ് ക്ലാരിറ്റി ഓഫ് റോള്? ഓരോരുത്തർക്കും അവരതിൻ്റെ റോളിനെ കുറിച്ച് എന്താണ് കൃത്യമായ ധാരണ ഉണ്ടാക്കുക. അതാണ് ക്ലാരിറ്റി ഓഫ് റോൾ. അതായത് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, അതായത് ആസ് എ റിസൾട്ട് ഓഫ് ഓർഗനൈസിംഗ് the exact role of each manager and workers are clearly specified. ഓർഗനൈസിങ്ങിൻ്റെ ഫലമായിട്ട് എന്താണ്, ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അവരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദിസ് ഹെൽപ്സ് മാനേജേഴ്സ് നോ ടു ഹും ഹി ക്യാൻ ഗിവ് ഓർഡർ ആൻഡ് ഫ്രം ഹും ഹി ക്യാൻ റിസീവ് ഓർഡർ. ഇതെന്താണ്, ഒരു മാനേജർക്ക് ആരിൽ നിന്നാണ് ഓർഡർ സ്വീകരിക്കേണ്ടതെന്നും അതുപോലെ ആർക്കാണ് ഓർഡർ കൊടുക്കേണ്ടതെന്നുള്ളത് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഏത് സഹായിക്കും, ഓർഗനൈസിങ് സഹായിക്കും. അതാണ് ക്ലാരിറ്റി ഓഫ് റോൾ. Then third one, optimum utilization of resources. Optimum utilization of resources means it helps to avoid overlapping and duplication of work. അതായത് ഒരു ജോലിഭാരം കുറയ്ക്കാനും അതുപോലെ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവോയ്ഡ് ചെയ്യാനും എന്ത് സഹായിക്കും, ഈ ഓർഗനൈസിങ് സഹായിക്കും. അതുപോലെ തന്നെ helps to avoid wastage of resources. അതുപോലെ റിസോഴ്സസിൻ്റെ വേസ്റ്റേജുകൾ റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും, ഓർഗനൈസിങ് സഹായിക്കും. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് മിനിമം റിസോഴ്സസ്. ഓരോ ഓർഗനൈസേഷനിലെ മാക്സിമം എന്താണ് റിസോഴ്സുകൾ, ഒരു ഓർഗനൈസേഷനിൽ മാക്സിമം റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സഹായിക്കും, ഓർഗനൈസിങ് സഹായിക്കുക. എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആകും? ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അവരെന്താണ് ആ ഒരു ജോലി ചെയ്യാൻ എഫിഷ്യൻ്റ് ആണ്. അത് സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷൻ്റെ എന്താണ് വേസ്റ്റേജുകൾ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഓർഗനൈസേഷന് ഗുഡ് റിസൾട്ട് ഉണ്ടാക്കാനും സഹായിക്കും. നെക്സ്റ്റ് വൺ, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർഗനൈസിങ് എന്താണ്, ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണെന്നത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഇതെന്താണ് ഓർഗനൈസേഷനിൽ വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള കൺഫ്യൂഷനും അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്കും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻ്റ്ലി. ഒരു ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും, ഓർഗനൈസിങ്. ഓർഗനൈസിങ് പ്രൊവൈഡ്സ് എ ക്ലിയർ ഡെസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലിയും കാര്യങ്ങളൊക്കെ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ട് ഓർഗനൈസിങ്ങിൽ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓർഗനൈസേഷനിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനെ സഹായിക്കും. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷണൽ സിസ്റ്റം പ്ലേസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഓർഗനൈസിങ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓർഗനൈസിങ് ക്രിയേറ്റ്സ് clear relationship between official ranks among the employees and ensure mutual cooperation between them. ഇതെന്താണ് ഓർഗനൈസേഷനിൽ വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്താണ് മ്യൂച്വൽ കോഓപ്പറേഷന് ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യും. In this class we discussed about organizing. Definition of organizing. എന്താണ് ഓർഗനൈസിങ്? Organizing means arranging everything in an organization. Then next we discussed about importance of organizing. What are the importance of organizing? First one, specialization. Second one, clarity of roles. Third one, optimal utilization of resources. Fourth one, effective administration.
and last one coordination and communication.